വാരാണസി കൂട്ടബലാത്സംഗ കേസിലെ അറസ്റ്റ് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കേസിന്റെ വസ്തുതകൾ ആരുടെയും മനസ്സു തകർക്കും. രാജ്യത്തെ ഞെട്ടിച്ച ഒരു ബലാത്സംഗ കേസുകൂടി. നവംബർ 1 പുലർച്ചെയാണ് വാരാണസി IIT ബനാറസ് ഹിന്ദു സർവകലാശാല ക്യാമ്പസിൽ ബിടെക് വിദ്യാർത്ഥിനിയെ തോക്കു ചൂണ്ടി കൂട്ടബലാത്സംഗം ചെയ്തത്. ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ പരാതി നൽകിയെങ്കിലും 2 മാസത്തിന് ശേഷമാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ അറിയാത്തത് കൊണ്ടല്ല അറസ്റ്റ് വൈകിയത്. ക്യാമ്പസിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ ഇത്രയും താമസമുണ്ടായത്? അത് മനസ്സിലാക്കണമെങ്കിൽ പ്രതികളുടെ രാഷ്ട്രീയം അറിയണം. അറസ്റ്റിലായ 3 പേരും കളഞ്ഞ സംഖികൾ. ഒരാൾ BJP IT സെൽ കൺവീനർ കുനാൽ പാണ്ഡെ, മറ്റൊരാൾ കൺവീനർ സാക്ഷാം പട്ടേൽ, പിന്നെയുള്ളത് IT സെല്ലിലെ സജീവ പ്രവർത്തകനായ അഭിഷേക് ചൗഹാൻ. 3 പേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJP അധ്യക്ഷൻ JP നദ്ദയുടെയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും ഒപ്പമുള്ള ഫോട്ടോകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? പക്ഷേ വിദ്യാർത്ഥികൾ പ്രതിഷേധം കടുപ്പിച്ചതോടെ പോലീസിന് വേറെ ഗത്യന്തരമില്ലാതായി. അതുകൊണ്ടാണ് സംഭവത്തിന് 2 മാസത്തിന് ശേഷമുള്ള ഈ അറസ്റ്റ്. സർവകലാശാല ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥിനി നവംബർ 1 പുലർച്ചെ സുഹൃത്തിനൊപ്പം നടക്കാനിറങ്ങിയതായിരുന്നു. കർമൻബീർ ബാബ ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോഴാണ് പ്രതികൾ ബൈക്കിൽ അടുത്തെത്തിയത്. സുഹൃത്തിനെ അടിച്ചു വീഴ്ത്തി യുവതിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ച് പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷവും പ്രതികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ട്. 3 പ്രതികളും മധ്യപ്രദേശിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ ക്രൂരകൃത്യം നടന്നിരിക്കുന്നത് എന്നത് രാജ്യത്തെ സ്ത്രീ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. നാരീപൂജയല്ല, ശക്തമായ സ്ത്രീ സുരക്ഷാ നിയമങ്ങളും അവയുടെ നടപ്പിലാക്കലുമാണ് നമുക്ക് വേണ്ടത്.